നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഇതാ പീഡനവും ബലാത്സംഗവും മാത്രമാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ രംഗത്തെത്തിയിരുന്നു. SP-യും SHO ആയിരുന്ന വിനോദും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി പറയുന്നത്. PV അൻവർ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് താനും തുറന്ന് പറയുന്നതെന്നാണ് വീട്ടമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ പൊന്നാനിയിലെ CPM നേതാവിന്റെ വീട്ടിലെത്തിയ PV അൻവറിനെ അവിടെ പോയി കണ്ടിരുന്നുവെന്നും വീട്ടമ്മ വ്യക്തമാക്കി. SP സുജിത് ദാസ് 2 തവണ ബലാത്സംഗം ചെയ്തു, എന്നാൽ പരാതി പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രി തന്റെ അങ്കിളാണെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും വീട്ടമ്മ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥൻ കസ്റ്റംസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് അയാൾ കൂടി വഴങ്ങണമെന്നും SP സുജിത് ദാസ് ആവശ്യപ്പെട്ടുവെന്നും അവർ പറയുന്നു. എന്നാൽ താൻ സമ്മതിച്ചില്ലെന്നും വീട്ടമ്മ വ്യക്തമാക്കുന്നു. 2 വർഷം മുമ്പാണ് ഈ സംഭവമെന്നും വീട്ടമ്മ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി. പരാതിയുമായി 2 തവണ സുജിത് ദാസിനെ കണ്ടു. പിന്നീട് കുട്ടിയില്ലാതെ തനിച്ചു വരുവാൻ SP ആവശ്യപ്പെട്ടു. കോട്ടക്കലിലേക്ക് വരുവാനും ആവശ്യപ്പെട്ടു. മറ്റൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചത്. SP ഓഫീസിനെ കുറച്ച് അകലെയായി മറ്റൊരു വീട്ടിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ SP ഉണ്ടായിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു. അവിടെ വെച്ചാണ് പീഡിപ്പിച്ചത്. പിന്നീട് പലപ്പോഴായി വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. കസ്റ്റംസിലുള്ള സുഹൃത്ത് വന്നെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവിടേക്ക് പോയപ്പോൾ ഇരുവരും മദ്യപിക്കുകയായിരുന്നു. തനിക്ക് ജ്യൂസ് തന്നാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് വീട്ടമ്മ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും ഇത്തരം ബലാത്സംഗ കഥകൾ തന്നെയാണ് കേരളത്തിൽ നിന്ന് വരുന്നതെന്നാണ് പ്രതീക്ഷിക്കാനാവുക.